പാലക്കാട് രാമഭാഗവതരുടെ ജീവചരിത്രം രേഖപ്പെടുത്തിയ ഒരു നാദോപാസകന്റെ ജീവിതരേഖ എന്ന പുസ്തകം അറിയപ്പെടാതെ പോയ സംഗീതജ്ഞരുടെ ജീവചരിത്രം കൂടിയാണെന്ന് ഹാർമോണിയം വിദ്വാനും പുസ്തക പ്രകാശന സമിതി അംഗവുമായ എം.ആർ. രാമചന്ദ്രൻ. വിനയവും ഭക്തിയും സമന്വയിച്ച സംഗീതജ്ഞനായിരുന്നു രാമഭാഗവതരെന്നും രാമചന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒരു പ്രഗത്ഭനായ ഒരു സംഗീതജ്ഞന് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതരേഖ മറ്റുള്ളവർക്കും അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവരുടെ സംഭാവനകൾ നമ്മൾക്കറിയുന്നുവെങ്കിൽ പല ആളുകളുടെ നിന്നും അവരുടെ സ്വന്തക്കാരുടെ നിന്നും ഇദ്ദേഹത്തിനോട് പഠിച്ച ശിഷ്യന്മാരുടെ ശിഷ്യനിൽ നിന്നും അങ്ങനെയെല്ലാം കണ്ടു കുറേ സംസാരത്തിൽ കൂടി ആശയവിനിമയത്തിൽ കൂടി മാത്രം കിട്ടാവുന്ന പല ഇൻപുട്സും വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു പുസ്തകം പാലക്കാട് ത്യാഗബ്രഹ്മം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഇറക്കുന്നത്. ഷൊർണൂർ മുണ്ടായ സ്വദേശിയായ രാമഭാഗവതർ സംഗീത പഠനത്തിനായാണ് കൽപ്പാത്തിയിലെത്തിയത്. സഹോദരൻ വെങ്കടകൃഷ്ണ ഭാഗവതരായിരുന്നു രാമഭാഗവതരെ കഥകളി സംഗീതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത്. പിന്നീട് കൽപ്പാത്തിയിലെത്തിയ രാമഭാഗവതർക്ക് തൊണ്ടിക്കുളം അനന്തരാമ ഭാഗവതർ, ഉമയാൾപുരം സ്വാമിനാഥ അയ്യർ എന്നിവർ സംഗീതം പകർന്നു നൽകി. രാമഭാഗവതരുടെ ജീവിതകാലം കഥകളി പദങ്ങളുടെയും സംഗീതത്തിന്റെയും സുവർണ കാലഘട്ടം കൂടിയായിരുന്നു. ത്യാഗരാജസ്വാമികളെ ആരാധിച്ചിരുന്ന രാമഭാഗവതരുടെ ജീവചരിത്ര പ്രകാശനം ഫെബ്രുവരി 1 ത്യാഗരാജ സ്മൃതി ദിനത്തിൽ നടക്കും. ഭാഗവതരുടെ ജീവചരിത്രം സംഗീത പഠിതാക്കൾക്ക് പ്രചോദനമാവുമെന്നും രാമചന്ദ്രൻ പറഞ്ഞു. പ്രകാശന സമിതി അംഗവും സംഗീതജ്ഞയുമായ പി. വിജയാംബിക, രാമഭാഗവതരുടെ ചെറുമകൾ എൽ. ശ്രീരാം എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.